നമസ്കാരം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ഡിഗ്രി മെയിൻസ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സാണ് ഇന്ന്. 90 ഡേ സ്റ്റഡി പ്ലാനിൻ്റെ ഭാഗമായിട്ട് വരുന്ന കറണ്ട് അഫേഴ്സ് ക്ലാസ്സാണ്. കറണ്ട് അഫേഴ്സ് മാത്രമാണ് യൂട്യൂബിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ബാക്കി ക്ലാസ്സുകളെല്ലാം ടെലിഗ്രാമിലാണ്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. ജോയിൻ ചെയ്തിട്ട് അടിപൊളിയായിട്ട് 90 ദിവസം കൊണ്ട് പരീക്ഷ ക്രാക്ക് ചെയ്ത് കൊള്ളുക. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സാണ് നമ്മൾ ഉൾപ്പെടുന്നത്. ഓരോ ആഴ്ചയിലും നമ്മൾ കറണ്ട് അഫേഴ്സ് പഠിച്ചു പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ച് തന്നെ എക്സാമിന് ഫുൾ മാർക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വാങ്ങിക്കാൻ കഴിയും. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് ആരാണ്? അരോമ ചുണ്ടനാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമട കായലിൽ നടക്കുന്നത്. 72ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയാണ് നടന്നത്. ആരാണ് ജേതാവായത്? അരോമ ബോട്ട് ക്ലബിൻ്റെ അരോമ ചുണ്ടനാണ്. ഇനി രണ്ടാം സ്ഥാനം നേടിയത്, ഒന്നാം സ്ഥാനം നേടിയത് ആരാണെന്ന് എല്ലാവരും പഠിക്കും. രണ്ടാം സ്ഥാനം നേടിയതും മൂന്നാം സ്ഥാനം നേടിയതും കൂടെ അറിഞ്ഞു വെക്കുകയാണെങ്കിൽ അതെന്താണ്, ഒരു ബോണസ് പോയിന്റ് ആണ്. നടുഭാഗം ചുണ്ടനാണ് രണ്ടാം സ്ഥാനം നേടിയത്. വീയപുരം ചുണ്ടനാണ് മൂന്നാം സ്ഥാനം നേടിയത്. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് അരോമ ചുണ്ടൻ, രണ്ടാം സ്ഥാനം നടുഭാഗം ചുണ്ടൻ, മൂന്നാം സ്ഥാനം വീയപുരം ചുണ്ടൻ. ഈ അരോമ ചുണ്ടൻ്റെ ആദ്യ മത്സരമായിരുന്നു. ആദ്യ മത്സരത്തിന് ഇറങ്ങി തന്നെ എന്ത് ചെയ്തു? ജേതാവായി ട്രോഫി നേടുകയും ചെയ്തു എന്ന് അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം, VBG റാംജി പദ്ധതി അല്ലേ, തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം നിലവിൽ വന്നതാണ്. നമ്മളതിൻ്റെ ഫുൾ ഫോം ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, എന്താണ് VBG റാംജി എന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഈ പദ്ധതി നിയമം നിലവിൽ വന്നത് 2026 ജൂലൈ 1 നിലവിൽ വന്നത്. ജൂലൈ 2 ഉദ്ഘാടനം ചെയ്തത്. നിലവിൽ വന്നത്, നിയമം നിലവിൽ വന്നത് 2026 ജൂലൈ 1. അപ്പോൾ VFA കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് പരീക്ഷകൾക്ക് 90 ദിവസം സമഗ്രമായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ പഠിക്കുന്നുണ്ട്. ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളുക. കമ്പനി ബോർഡ് LGSൻ്റെ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതിൻ്റെ ക്ലാസ്സുകൾ യൂട്യൂബ് വഴി നൽകുന്നുണ്ട്. ഇതുപോലുള്ള ക്ലാസ്സുകൾക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ജപ്പാനാണ്. 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന 10th ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ ചോദിച്ച ചോദ്യം കൂടിയാണ്. വേദികളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി അങ്കാറ, തുർക്കി. 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി തുർക്കിയാണ്, അങ്കാറയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അത്യാധുനിക വെർച്വൽ മൃഗശാല ഇൻഡോർ ആണ്. ഇത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ് ഇൻഡോർ. ഇന്ത്യയിലെ ആദ്യത്തെ അത്യാധുനിക വെർച്വൽ മൃഗശാല. ഇതുവരെ എടുത്ത കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകളെല്ലാം പ്ലേലിസ്റ്റായിട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്. അടുത്തത്, കേരള ക്രിക്കറ്റ് ലീഗ്. കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ: വീരു, ആന. അപ്പോൾ ഈ പേരുകൾ പഠിക്കുമ്പോൾ ഇത് ഏത് മൃഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നുകൂടി പഠിക്കണം. കഴിഞ്ഞ ദിവസം മോട്ടോർ വകുപ്പിൻ്റെ ഇത് ചോദിച്ചിരുന്നു അല്ലേ, അപ്പോൾ അത് ആനയാണോ മുയലാണോ ഇങ്ങനെയൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരുന്നവരൊക്കെ കാണും. ഇവിടെ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ വീരു എന്ന ആനയും ചാരു എന്ന വേഴാമ്പലുമാണ്. വീരു, ആന, ചാരു, വേഴാമ്പലാണ്. 2026 ഓഗസ്റ്റിൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി നിയമിതയായത് ദീപ്തി ഗൗർ മുഖർജിയാണ്. 2026 ഓഗസ്റ്റിൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായിട്ട് നിയമിതയായത് ദീപ്തി ഗൗർ മുഖർജിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, കാരണം നമ്മൾ എല്ലാ ആഴ്ചയിലും അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് അതാത് ആഴ്ചകളിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം നമുക്ക് പഠിച്ച് പോകാം. ഇനി അടുത്ത ആഴ്ചയായിരിക്കും നമ്മുടെ കറണ്ട് അഫേഴ്സ് ക്ലാസ്. ബാക്കി ക്ലാസ്സുകളെല്ലാം നമ്മൾ 25ാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. VFAയ്ക്കും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനും ഒക്കെ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ കയറി പൊക്കോളൂ. ഇപ്പോഴും പറയുകയാണ്, ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലുണ്ട്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയുള്ള ക്ലാസ്. താങ്ക്